മെത്തനോയിയ 9-ാം എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മത്തായി 16:23. യേശു പത്രോസിനോട് പറഞ്ഞു, സാത്താനെ ദൂരെ പോകുക, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. പത്രോസിന്റെ മാനുഷിക ചിന്ത മൂലം അവൻ യേശുവിന് പ്രതിബന്ധമായി തീർന്നു. പത്രോസിന്റെ ചിന്തയുടെ പിറകിൽ സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുരിശിന്റെ മാർഗം അവൻ നിഷേധിച്ചത്. മരുഭൂമിയിൽ യേശുവിനെ പിശാച് പരീക്ഷിച്ചപ്പോഴും കുരിശിന്റെ മാർഗം ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നതായി നമ്മൾ ഓർമ്മിക്കുകയാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ ഉദാഹരണം വ്യക്തമാണ്. നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിലെ പഴം തിന്നാൽ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. മരിക്കുകയില്ല എന്ന് പിശാച് പറഞ്ഞു. പിന്നീട് ഹൗവ തന്നെ ഒരു തീരുമാനത്തിലെത്തി, അത് അഭികാമ്യമാണെന്നുള്ള മാനുഷിക ചിന്ത അവളെ പാപത്തിലേക്കാണ് നയിച്ചത്. മാനുഷിക ചിന്ത, ദുശ്ചിന്ത അത്യന്തം അപകടകരം തന്നെയാണ്. 36:5 നമ്മൾ വായിക്കുന്നത്, ദൈവമായ കർത്താവ് മനുഷ്യനെ ഭൂമുഖത്തും തുടച്ചു മാറ്റാൻ തീരുമാനം എടുത്തതിന്റെ കാരണം അവന്റെ ഹൃദയത്തിലെ ചിന്തയും പാവനയും ദുഷിച്ചതാണെന്ന് കണ്ടതായിരുന്നു. റോമ 8:6 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ജഡിക ചിന്ത മരണം, ആത്മീയ ചിന്തയോ ജീവനും സമാധാനവും. കുർബാനയിലെ ഒരു ആഹ്വാനം, നിങ്ങളുടെ ചിന്തകൾ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, എത്രയോ അർത്ഥവത്താണ്. കൊളോസ്യസ് ലേഖനം 3:2, ഭൂമിയിലുള്ളവയെ പറ്റിയല്ല ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുവിൻ. സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാക്കാം. 19-ാം സങ്കീർത്തനം 14-ാം വാക്യം, കർത്താവേ, എന്റെ അധരോക്തികളും ഹൃദയവിചാരങ്ങളും തിരുമുമ്പിൽ പ്രീതികരമായി ഭവിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.